ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ നമ്മളുടെ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഫിബോയും കൂടെ ഒന്ന് ഡ്രോ ചെയ്യാം. നമ്മുടെ ക്യാൻഡിൽ ഇതാണ്. ക്യാൻഡിലിൻ്റെ ടോപ്പ് തൊട്ട് ബോട്ടം വരെ നമ്മുടെ ഫിബോയെ ഡ്രോ ചെയ്യുന്നു. 0.6% നമ്മുടെ ലൈനെ ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. ഫൈൻ, ഓക്കെ. ഇനിയിപ്പോൾ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ക്യാൻഡിലിന് മേളിലോട്ടോ താഴത്തോട്ടോ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മളുടെ ഫിബോയും കൂടെ പ്ലോട്ടിങ്ങിനെ ഒന്ന് മാറ്റാം. അപ്പം ഇന്നെൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം നടക്കും എന്നാണ് ട്രേഡേഴ്സ്. അപ്പോൾ ഇനി ഓവറോൾ നടന്നില്ലെങ്കിലും ഒരു 100 പോയിൻറ്റ്സ് ഇത് കഴിഞ്ഞ് നമ്മളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്. സോ അതാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസ് നോക്കിയത്. ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ലോസും കൂടെ നമുക്ക് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, ഞാനേ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. 48,900ൻ്റെ കോൾ ഓപ്ഷൻ 150 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ്. നമ്മുടെ ലൈൻ ഇതാണ്. ലൈനിന് തൊട്ട് മുന്നേ ഞാൻ ട്രേഡ് എടുത്തു. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. വലിയൊരു സ്റ്റോപ്പ് ലോസ് അല്ല, ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. CPRൽ നിന്നും നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് R1 ബ്രേക്ക് ചെയ്തു. പ്രീവിയസ് ഡേ ലോ, ഈ യെല്ലോ ലൈൻ എന്ന് പറയുന്ന പ്രീവിയസ് ഡേ ഹൈ ആണ്. ഹൈയെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ നമ്മൾ എൻ്റർ ആയത്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമുണ്ട്. അത് സാരമില്ല. പക്ഷേ നമ്മളുടെ കറക്റ്റ് തിയറി വെച്ചിട്ടും നമ്മളുടെ കറക്റ്റ് എൻട്രി ലെവലിലുമാണ് നമ്മളുടെ എൻട്രി എടുത്തത്. ഓക്കെ, മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഈ ക്യാൻഡിലിൻ്റെ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് മുന്നിലത്തെ ക്യാൻഡിലിൻ്റെ ലോയാണ് 41 പോയിൻറ്റ്സ്. ഓക്കെ, നോ ഇഷ്യൂ. താഴത്തോട്ട് മാർക്കറ്റ് വരുവാണെങ്കിൽ നമ്മളുടെ ആ 41 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പോയിൻറ്റ്സ്. അപ്പോൾ ഒരു ജസ്റ്റ് 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പം ഏകദേശം ഈ ഒരു ഏരിയ വരും. എടുത്ത ഉടനെ മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഒരു 41 പോയിൻറ്റ്സ് പ്രീമിയം വെച്ചിട്ടാവുമ്പോൾ നോ ഇഷ്യൂ. ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസേ നമുക്ക് വരത്തുള്ളൂ. എനിവൈസ് അത് ഒരു സീനുള്ള കാര്യമല്ല. വെരി ഗുഡ്. റിജക്ഷനും വരുന്നുണ്ട് ട്രേഡേഴ്സ് അവിടുന്ന് തന്നെ. സോ ഇപ്പോൾ നമ്മൾ വീണ്ടും കോസ്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട്. 64.50 ഇതിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. പ്രീമിയം ഇന്ന് വളരെ കുറവാണ്. എന്നും പറഞ്ഞാൽ നമ്മളുടെ ക്വാണ്ടിറ്റി കൂട്ടാൻ നോക്കിയാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ക്വാണ്ടിറ്റി മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഈ എക്സ്പയറി ഡേയ്സിലാണെങ്കിൽ തന്നെ. മനസ്സിലായോ? ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 44ഉം ട്രിഗർ പ്രൈസ് വന്നിട്ട് 45ഉം വച്ചേക്കാം. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനി മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കണം. വളരെ ഈ ഒരു വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു മാർക്കറ്റിനെ ഞാൻ കാണുന്നത്. കാരണം ഇത് എൻ്റെ ഒരു വ്യൂ വെച്ച് ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടും എന്നാണ്. പിന്നെ ഈ R2 വരെ എങ്കിലും റൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിപ്പം ഡിപ്പെൻസ് ആണ്. ഗ്യാപ്പ് അപ്പ് ആയിട്ട് ആണ് മാർക്കറ്റ് ഫോം ആയത്. ജസ്റ്റ് R1 ബ്രേക്ക് ചെയ്തു. സ്ഥിരം എങ്ങനെയാണ് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ R1 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വന്നു. R1 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്ന R2 ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അത് ഇപ്പം തന്നെ വേണമെന്നില്ല. ചിലപ്പം R1 ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് എൻട്രി എടുത്ത് താഴത്തോട്ട് ഫോൾ ചെയ്ത് അതിനുശേഷം മേളിലോട്ട് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. സോ നമ്മൾ പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. ഒരു 90% ടൈമിലും R1 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡ് പോയി ഒരു R2 ടച്ച് ചെയ്യാനുള്ള സാധ്യത മിക്കവാറും കാണാറുണ്ട്, എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതും എൻ്റെ ഒരു മൈൻഡിലുണ്ട്. പക്ഷേ അത് ഇപ്പം നടക്കണം എന്നില്ല. ചിലപ്പോൾ താഴത്തോട്ട് വന്നതിന് ശേഷം ചിലപ്പം ആയിരിക്കും പിന്നെ മേളിലേക്കൊരു അപ്സൈഡ് മൊമെൻറ്റം നടത്തുന്നത്. സോ അതൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാനതൊന്നൊരു പോയിൻ്റായിട്ട് നോട്ട് ചെയ്താണ് നമ്മളുടെ ഒരു ഇത്രയും മാർക്കറ്റിനെ നോക്കി കണ്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. സോ ഏതായാലും ഒരു 48,900ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രീനിൽ റൺ ചെയ്യുന്നുണ്ട്. 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് തന്നെയാണ്. ഒരു 7,000+ ഒരു ടാർഗറ്റാണ് ട്രേഡേഴ്സ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അത്യാവശ്യം മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ഒരു 1,400 1,500ൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ 11 ഓക്കെ 112 ജസ്റ്റ് നമ്മളുടെ 114 ആണ് നമ്മളുടെ ടാർഗറ്റ്. 112 നിന്ന് മാർക്കറ്റ് തിരിഞ്ഞല്ലോ. നമ്മൾ ബുക്ക് ചെയ്യാൻ വരികയും നമ്മളുടെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മളുടെ ജസ്റ്റ് പോയിൻറ്റിൻ്റെ അടുത്ത് എത്തി തിരിഞ്ഞ് പിന്നെ താഴത്തോട്ട് വരുന്ന ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ 114 ആണ് ട്രേഡേഴ്സ്. ഓക്കെ അധികം കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബുക്ക് ചെയ്തേക്കാം. കാരണം പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിൽ അർത്ഥമില്ല. 112 വെറും 2 പോയിൻറ്റിൽ നിന്ന് മാത്രം നമ്മളുടെ ടാർഗറ്റ് റിവേഴ്സലായി. ഓക്കെ കുഴപ്പമില്ല. നല്ലപോലെ കുറയുന്നുണ്ടല്ലോ. 4500 4006. ഓക്കെ ഞാൻ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു 94 നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ അത് കുഴപ്പമില്ല, അത്രയും റിജക്ഷൻ വന്നതുകൊണ്ടാണ്. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം എക്സാക്ട്ലി എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയെന്ന്. കണ്ടോ എക്സാക്ട്ലി ആ ഹൈ നോക്കി 112 നിന്നാണ്. 114 ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ്. ഓക്കെ കുഴപ്പമില്ല. പിന്നെ അധികം താഴത്തോട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്തത്. ഏതായാലും ഒരു 4000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്.